കഥ പാതി വഴിയിൽ പാർട്ട് 16. അവതരണം ഷെറിൻ നൗഷ. അലക്സി, ഞാൻ നിങ്ങളെയൊക്കെ ഒന്നിഷ്ടപ്പെട്ട് വരികയായിരുന്നു. അഭിരാമി ദയനീയമായി അലക്സിയെ നോക്കി. ഓഹോ, അപ്പോൾ ഇവൾ തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അവൻ്റെ മനസ്സൊന്ന് കുളിർന്നു. എങ്കിൽ വേണ്ട അഭിരാമി, നീ ഇവിടുന്ന് മാറിപ്പോകുന്നത് എനിക്കും ഓർക്കാൻ കൂടി വയ്യ. നീ എപ്പോഴും ഇവിടെ തന്നെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ അവളെ വല്ലാത്തൊരു പ്രണയത്തോടെ നോക്കി. ആ കണ്ണുകൾ അവളുടെ മുഖത്ത് ആഴ്ന്നിറങ്ങി. അലക്സി സ്നേഹത്തോടെ അവളുടെ കൈവിരലുകളിൽ പതിയെ തൊട്ടു. അഭിരാമി, നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അവൻ്റെ നോട്ടം നേരിടാനാവാതെ അവൾ മുഖം തിരിച്ചു. ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഡാഡിയെ സ്നേഹിക്കുന്നു, മമ്മിയെ സ്നേഹിക്കുന്നു, അങ്ങനെ ഒരുപാട് പേരെ. അവൾ പൊട്ടിച്ചിരിച്ചു. മുത്തുമണികൾ പൊട്ടിച്ചിതറുന്ന ശബ്ദം അവൻ്റെ കാതിൽ അലയടിച്ചു. അതല്ല അഭിരാമി, ഞാൻ സീരിയസായി ചോദിച്ചതാ. നീ ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അവൻ വികാരത്തോടെ അവളുടെ കൈകളിൽ പിടിച്ചു. ഇല്ല അലക്സി. അവൾ അവൻ്റെ കൈകൾ അവളുടെ കയ്യിൽ നിന്നും പതിയെ വിടുവിച്ചു. അലക്സി, ഞാൻ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ല. അങ്ങനെ എനിക്കാരോടും ഇതുവരെ ഒരു പ്രണയം തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടെ തന്നെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു വല്ലാത്ത ഫീലിംഗ്. എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഫീലിംഗ്. ഇതാണോ അലക്സി പ്രണയം? എനിക്ക് ഇടയ്ക്കിടെ സംശയം തോന്നിപ്പോവുന്നു. അവൾ വികാരാധീനയായി. അലക്സിയുടെ ഉള്ളം കോരിത്തരിച്ചുപോയി. അവൻ പൂജയെ മറന്നു കഴിഞ്ഞിരുന്നു. ആ നിമിഷം അവൻ്റെ കണ്ണിലും നെഞ്ചിലും നിറയെ അഭിരാമി മാത്രമായിരുന്നു. അഭിരാമി, എൻ്റെ താരയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു. പക്ഷേ അവൾക്ക് ഞാനുമായി ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ അവൾ എന്നെ വിട്ടുപോയി. ഇനി ഞങ്ങൾ എന്നേക്കുമായി പിരിയാൻ പോവുകയാണ്. ഒറ്റയ്ക്കായിപ്പോയി എന്ന് തോന്നി മനസ്സ് മരവിച്ചിരിക്കുകയായിരുന്നു. ഒരു കുളിർക്കാറ്റ് പോലെയാണ് നീ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അവൻ അവളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു. അഭിരാമി അലക്സിയെ പതിയെ ദേഹത്തു നിന്നും അകറ്റി മാറ്റി. വേണ്ട അലക്സി, എൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെയധികം ഉയരത്തിലാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സാറ് എൻ്റേത് മാത്രമാവാമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവൾ പതിയെ പിന്നിലേക്ക് നടന്നു. ഓഫീസ് കഴിഞ്ഞ് ഇവിടെ നിന്നെല്ലാവരും പോയി കഴിഞ്ഞു. ഇവിടെ ഞാനും അലക്സിയും മാത്രമേ ഇപ്പോഴുള്ളൂ. പക്ഷേ അരുതാത്തതൊന്നും ചിന്തിച്ചുകൂടാ. ഞാൻ അലക്സിയുടേത് മാത്രമാവുന്നത് വരെ അങ്ങനെയൊന്നും പാടില്ല. അവൾ ഒരു കള്ളച്ചിരിയുമായി അവിടെ നിന്നും പുറത്തേക്ക് ഓടി മറഞ്ഞു. അലക്സിയുടെ മനസ്സാകെ പ്രണയത്താൽ പൂത്തുലഞ്ഞു. അകത്ത് അത്രയും സമയം അവർ സംസാരിച്ചതെല്ലാം മറഞ്ഞു നിന്ന് കേട്ടിരുന്ന ഭരതൻ പുറത്തേക്കിറങ്ങി വന്നു. എന്താണ് അലക്സി, നല്ലൊരവസരം കിട്ടിയിട്ട് നീ എല്ലാം നശിപ്പിച്ചല്ലോ. തനിക്ക് അവളെ ഇവിടെ പിടിച്ചു നിർത്താമായിരുന്നില്ലേ? ഭരതൻ്റെ വാക്കുകളിൽ അവളെ നഷ്ടപ്പെട്ട നീരസം നിറഞ്ഞു. ഭരത, താനിവിടെ ഉണ്ടായിരുന്നത് ഞാനറിഞ്ഞില്ല. പിന്നെ ഈ സമയത്ത് അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയില്ലായിരുന്നു. അവളുടെ വീട്ടുകാർ വൈകി ചെന്നാൽ പ്രശ്നമുണ്ടാക്കും. പിന്നീട് അവളെ ജോലിക്ക് വരാൻ സമ്മതിക്കത്തില്ല. ആകെ പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ അവളെ നിർബന്ധിക്കാതിരുന്നത്. അലക്സി ഭരതനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതെല്ലാം അവൾ പറയുന്നത് ഞാനും കേട്ടതാ. ഇപ്പോൾ തന്നെ അവളിവിടെ നിർത്തണമായിരുന്നു. പിന്നെ അവൾ ഇവിടേക്ക് വന്നില്ലെങ്കിൽ നമുക്കെന്താ? നമുക്ക് വേണ്ടതൊക്കെ നമ്മളിപ്പോൾ തന്നെ സ്വന്തമാക്കില്ലേ? ഭരതൻ ഇഷ്ടക്കേടോടെ അലക്സിക്ക് നേരെ തിരിഞ്ഞു. താനൊന്ന് പോയ ഭരത, അവളെ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പറ്റത്തില്ല. അവളോടെനിക്ക് അങ്ങനെ മോശമായൊന്നും പെരുമാറാൻ കഴിയില്ല. അവൻ്റെ ശബ്ദമുയർന്നു. നീ വിചാരിക്കും പോലെയല്ല ഭരത. എനിക്ക് അവളോട് ശരിക്കും ഇഷ്ടമുണ്ടോയെന്നൊരു തോന്നൽ. പൂജയെപ്പോലും അത്ര പ്രണയത്തോടെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അഭിരാമി, അവളുടെ ശരീരവും മനസ്സും പവിത്രമാണ്. ഞാനവളെ വിവാഹം കഴിക്കുമെന്നാണ് അവൾ കരുതിയിരിക്കുന്നത്. അവളുടെ മനസ്സും ശരീരവും എല്ലാം അവൾ വിവാഹശേഷം ഞാനുമായി പങ്കുവയ്ക്കാമെന്നാണ് കരുതുന്നത്. അഭിരാമിയുടെ മനസ്സിൻ്റെ നന്മ ഞാനായിട്ട് നശിപ്പിക്കാൻ പാടില്ല ഭരത. അവൻ്റെ വാക്കുകൾ കേട്ട ഭരതന് ദേഷ്യമാണ് വന്നത്. അലക്സി, തൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? പാവം താരയെ
താൻ സ്നേഹിച്ചല്ലേ വിവാഹം കഴിച്ചത്? അവൾക്ക് ചോദിക്കാനും പറയാനുമൊന്നും ആരുമില്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം നീ അവളെ ഒഴിവാക്കാൻ പോവാണ്. എന്നിട്ട് വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായ പൂജയെ നീ വീട്ടിൽ കൊണ്ടുവന്നു. അവളെ നീ വിവാഹം കഴിക്കുമെന്ന് വാക്ക് നൽകി കൂടെ താമസിക്കാൻ തുടങ്ങി. ഇപ്പോൾ അഭിരാമിയെ കണ്ടപ്പോൾ നിനക്ക് അവളെയും സ്വന്തമാക്കണം. താൻ എന്തൊക്കെയാ പറയുന്നതെന്ന് തനിക്ക് വല്ല ബോധമുണ്ടോ? താരയെ ഒഴിവാക്കിയതുപോലെ നീ എങ്ങാ പൂജയോട് പെരുമാറിയ നീ പിന്നെ ഉണ്ടാവില്ല അലക്സി. അവളുടെ വീട്ടുകാർ നിന്നെ പിന്നെ വച്ചേക്കത്തില്ല. മഹേഷുമായി അവൾ ബന്ധം പിരിഞ്ഞതിന് തന്നെ നിന്നോടവർക്ക് പകയുണ്ട്. പിന്നെ പൂജയുടെ പിടിവാശി കൊണ്ടാ അവർ നിന്നെ ഉപദ്രവിക്കാത്തത്. ഭരതൻ്റെ വാക്കുകളെല്ലാം കേട്ട അലക്സിയുടെ മനസ്സിലും ആകെ പ്രയാസമായി. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവനൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രാത്രി ഏറെ വൈകിയാണ് അലക്സി പൂജയുടെ അരികിൽ വീട്ടിലേക്ക് എത്തിയത്. എന്താണ് അലക്സി, താൻ മനഃപൂർവ്വം എന്നും ഇങ്ങനെ വൈകി വരുന്നത് എന്തിനാ? അവൻ കയറി വന്ന പാടെ പരാതിയുടെ കെട്ടുകൾ അഴിച്ചു. ഞാനിവിടേക്ക് വരുന്നതിന് മുമ്പ് തനിക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. എപ്പോഴും മഹി കാണാതെ താൻ എന്നെ കാണാൻ വരുമായിരുന്നു. ഞാൻ എന്താവശ്യപ്പെട്ടാലും നീ അതെല്ലാം എനിക്ക് നേടിത്തരുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ? നിനക്ക് എന്നോടൊന്ന് സ്വസ്ഥമായി സംസാരിക്കാൻ പോലും സമയമില്ല. ഇത്ര പെട്ടെന്ന് നിനക്കെന്നെ വേണ്ടാതായോ? പൂജയുടെ ശബ്ദമുയർന്നു. അലക്സി അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കി. അവൻ്റെ വാക്കുകൾക്കൊന്നും അവനെ സമാധാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ കരയാൻ തുടങ്ങി. എത്ര ദിവസമായി താൻ എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട്? ഞാൻ ഈ വീട്ടിനുള്ളിൽ തനിച്ചാണെന്ന് തനിക്കറിയില്ലേ? ഈ ഏകാന്തതയിൽ മനസ്സ് മരവിച്ച് എനിക്ക് മടുത്തു. വീണ്ടും വീണ്ടും അവൾ നിർത്താതെ പരാതി തുടർന്നപ്പോൾ അലക്സിക്ക് ദേഷ്യം വന്നു. പൂജ, നീയൊന്ന് നിർത്തുന്നുണ്ടോ? നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവൻ ശബ്ദം അല്പമുയർത്തി. ഇത് വലിയ ശല്യമായല്ലോ. എനിക്ക് ഓഫീസിൽ നല്ല തിരക്കുണ്ടായിരുന്നു. നീ ആദ്യം എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പൂജ അവനെ തുറിച്ചു നോക്കി നിന്നു. അലക്സി ഒരിക്കൽ പോലും അവളോട് അങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നില്ല. അവൾ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. ആ കരച്ചിലും കണ്ടുകൊണ്ടാണ് അലക്സി പുറത്തേക്ക് നടന്നത്. പാവം പൂജ. അവളോട് ദേഷ്യപ്പെടേണ്ടി വന്നതിൽ അവന് ഖേദം തോന്നി. പക്ഷേ അവൾ ഈയിടെയായി തന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവൻ ഇരുട്ടിലേക്ക് നോക്കി വെറുതെ അവിടെ ഇരുന്നു. അവൻ്റെ മനസ്സാകെ സങ്കടം കൊണ്ടും നിരാശ കൊണ്ടും വിങ്ങുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു കുളിർ കാറ്റ് പോലെ അവൻ്റെ ഫോണിലേക്ക് അഭിരാമിയുടെ കോള് വന്നത്. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.